ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് സ്പെൽ ബൗണ്ട്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുഞ്ഞു കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. Here we go to the movie Spellbound. Let's start. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലുംബ്രിയ എന്ന മാജിക്കൽ സിറ്റി കാണുന്നു. ഇവിടാണ് നമ്മുടെ കഥ നടക്കുന്നത്. ലുംബ്രിയയുടെ രാജകുമാരിയായ എലിയനാണ് നമ്മുടെ നായിക. അവളിപ്പോ പറക്കുന്ന മൃഗങ്ങളുടെ പുറത്തിരുന്ന് ഫ്രണ്ട്സിനോടൊത്ത് സവാരി ചെയ്യുമ്പോൾ കൊട്ടാരത്തിൽ നിന്ന് മന്ത്രി അവളെ വിളിപ്പിക്കുവാണ്. ഇന്ന് എലിയന്റെ 15ാമത്തെ പിറന്നാൾ കൂടിയാണ്. ഫ്രണ്ട്സ് അവളോട് ക്ഷണിക്കുന്നില്ലേ പാർട്ടിക്ക് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഇത്തവണ എന്റെ ഫാമിലി മാത്രമേ പാർട്ടിക്കുള്ളൂ, ഞാൻ പോയി വരാം എന്ന് പറഞ്ഞ് എലി നേരെ മന്ത്രിക്ക് അടുത്തു പോയി എന്തിനാ വിളിപ്പിച്ചെന്ന് ചോദിക്കാണ്. ആക്ച്വലി മോളുടെ അമ്മയും അച്ഛനും പറഞ്ഞാ വിളിപ്പിച്ചേ എന്ന് മന്ത്രി പറയുമ്പോൾ തന്നെ അവളുടെ മുഖം വാടുന്നത് നമുക്ക് കാണാം. ഇവളുടെ ലൈഫ് നമ്മൾ കരുതുന്ന പോലല്ല, അത് ഇച്ചിരി വ്യത്യാസമാണ്. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് നമ്മുടെ എലിയന്റെ അച്ഛനും അമ്മയും. കഴിഞ്ഞ വർഷം അവര് ഡാർക്ക് ഫോറസ്റ്റ് എന്ന സ്ഥലത്തേക്ക് പോയപ്പോ അവിടെ വെച്ച് അവർക്ക് ഒരു ശാപം കിട്ടി. അതിൽ പിന്നീട് എലിയന്റെ അച്ഛനും അമ്മയും മോൺസ്റ്റേഴ്സ് ആയി മാറിയിരിക്കുകയാണ്. എന്നാൽ ഇതേപറ്റി ആർക്കും അറിയത്തില്ല. എലിയനും അവിടുത്തെ ഉപദേശകനായിട്ടുള്ള ബൊളിനാറിനും പിന്നെ മന്ത്രിയായിട്ടുള്ള നസാരയ്ക്കും ഒഴികെ. എന്തിനേറെ പറയാനായിട്ടാ അവിടുത്തെ ക്യാപ്റ്റന് പോലും പിന്നെ അവിടുത്തെ പ്രജകൾക്കൊന്നും തന്നെ ഇതേപറ്റി അറിയത്തില്ല. ഒരു വർഷമായിട്ട് രാജാവിനെയും രാജ്ഞിയെയും പുറത്തു കാണിക്കാതെ ഇവര് ജീവിച്ചു വരുവാണ്. പല സാഹചര്യങ്ങളിലും ഈ സത്യം വെളിപ്പെടും എന്നുണ്ട്, പക്ഷെ ഇവര് കാത്തു സൂക്ഷിച്ച് കൊണ്ടു നടക്കുന്നു. എങ്ങനെയെങ്കിലും അച്ഛനെയും അമ്മയെയും തിരിച്ച് മനുഷ്യരൂപത്തിലേക്ക് മാറ്റണം. അതിനുള്ള വഴി അന്വേഷിച്ച് നടപ്പുവാണ് ഈ 15 വയസ്സ് ഇന്നായിട്ടുള്ള എലിയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാപ്റ്റൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് രാജാവിനെയും രാജ്ഞിയെയും കാണണമെന്ന് പറയുമ്പോൾ പല തവണ കൈവിട്ട് പോവേണ്ടതാണ്. പക്ഷെ ഇവര് എങ്ങനെയൊക്കെയോ അതെല്ലാം ആ സാഹചര്യങ്ങളെ മാറ്റി നിർത്തി. എലിന് വലിയ സങ്കടമാണ്. ഇന്നവൾക്ക് 15 വയസ്സായി, അവളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന്. അവിടെയുള്ള മഹാമാന്ത്രികന്മാരായിട്ടുള്ള ഓറക്കിൾസിനോട്, അതും ഡാർക്ക് ഫോറസ്റ്റിലെ തന്നെ ഓറക്കിൾസിനോട് ഇതിനൊരു പ്രതിവിധി നമ്മുടെ എലിയൻ ചോദിക്കാറുണ്ട്. പക്ഷെ അവരിതുവരെ മറുപടി അയച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് അയച്ചു. എലിയന് അവരൊരു കുഞ്ഞു ലെറ്റർ അയച്ചിരിക്കുകയാണ്. ആ ലെറ്റർ കൊടുക്കാൻ വന്ന പോസ്റ്റ് മാസ്റ്ററെയും ആ ലെറ്റർ കൊണ്ടുവന്ന പ്രാവിനെയുമാണ് നമ്മളിപ്പോൾ കണ്ടത്. അങ്ങനെ അവള് ആ ലെറ്ററിനകത്ത് നോക്കുമ്പോൾ അതിനകത്ത് വെള്ളം ചേർക്കുക എന്നുണ്ടായിരുന്നു. എലിയനൊരു കുഞ്ഞു പെറ്റുണ്ട്, ഫിങ്ക് എന്നൊരു ആനിമല്. പെട്ടെന്ന് അവനത് വായിലിടുവാണ്. അതില് വെള്ളമായതോടുകൂടി ആ ലെറ്ററിനകത്ത് നിന്ന് നമുക്ക് സണ്ണി ലുണോ എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് കളറുള്ള ഷാഡോസിനെ കാണാൻ സാധിക്കും. ആ ഷാഡോസ് പറയുന്നത് നിന്റെ 15ാമത്തെ പിറന്നാളിന്റെ അന്ന് ഞങ്ങൾ നിന്റെ വീട് വരെ വരും, അവിടെ നിന്ന് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്നാണ്. ഇവിടെ ആവട്ടെ ബൊളിനാറും നസാറയും ആവട്ടെ, അയ്യോ നമ്മളിനി രാജാവിനെയും രാജ്ഞിയെയും നേരെയാക്കാൻ എന്ത് ചെയ്യും, അതിനൊരു വഴി കണ്ടുപിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലല്ലോ, നമ്മൾ എന്തോരം ബുദ്ധിമാന്മാരാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നെല്ലാം പറയുവാണ്. ഇപ്പൊ എലിയന്റെ ബർത്ത്ഡേ ആയിട്ട് അവൾക്ക് ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ബർത്ത്ഡേ പാർട്ടിക്ക് ഇവരാരെയും ക്ഷണിച്ചിട്ടില്ലതാണ്. അപ്പോഴാണ് നസാര എന്ന മന്ത്രി നമ്മുടെ ബൊളിനാറിനോട് പറയുന്നത്, നമ്മുടെ കുഞ്ഞിന് 15 വയസ്സാവും, അതായത് അവൾക്ക് ഈ രാജ്യത്തിന്റെ അധികാരമേൽക്കാനായിട്ട് സാധിക്കും. ഓ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കും കുറച്ച് ആശ്വാസം ഉണ്ടാവും. ഈ രാജ്യത്തിന്റെ അധികാരത്തിൽ ഇരിക്കുന്നത് എലിയൻ ആകുമ്പോൾ അപ്പൊ പിന്നെ രാജാവിനെയും രാജ്ഞിയെയും ഏതു കോലത്തിൽ കണ്ടാലും പിന്നെ ആരും ഒന്നും പറയാൻ നിൽക്കില്ല. കാരണം ഇപ്പൊ അധികാരത്തിൽ ഇരിക്കുന്നത് എലിയനാണല്ലോ. പെട്ടെന്നാണ് അവൾ അങ്ങോട്ട് വരുന്നത്. അവള് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ സണ്ണിയും ലുണോയും ഇങ്ങോട്ട് വരുന്നുണ്ട്, അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് കേട്ടതും ബൊളിനാറും നസാരയും ഓ അങ്ങനാണോ, നമ്മുടെ രാജാവും രാജ്ഞിയും തിരികെ മനുഷ്യരൂപത്തിലേക്ക് വരാൻ പോകുന്നു അല്ലേ എന്ന് പറഞ്ഞ് അവളോട് സന്തോഷം പങ്കിടുവാണ്. അങ്ങനെ നമ്മുടെ എലിയന്റെ ബർത്ത്ഡേ പാർട്ടിയുടെ സമയമായി. 4, 3, 5 ആൾക്കാരുണ്ടാവും ബർത്ത്ഡേ പാർട്ടിക്ക്. പോരാത്തതിന് മോൺസ്റ്റേഴ്സിന്റെ രൂപത്തിൽ തന്നെ അച്ഛനും അമ്മയും അവിടേക്ക് എത്തുവാണ്. അവർക്ക് ഇവള് അവരുടെ മകളാണെന്നുള്ള ബോധം പോലും ഇല്ല. കുഞ്ഞു പിള്ളേരെ കൂട്ട കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പെട്ടെന്നൊരു കോളിംഗ് ബെല്ല് കേൾക്കുകയാണ്. നോക്കുമ്പോൾ അത് ആരാണ്? ഓറക്കിൾസ്. ഇവർ അത്ര ഈഗറായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു തവള അകത്തോട്ട് കയറി വരും. ആ തവളയുടെ വായ തുറന്ന് അതിനകത്തുനിന്ന് ബ്ലാക്ക് കളർ ഷാഡോയും പുറത്തോട്ട് വരും. ഇവരാണ് നമ്മുടെ ഓറക്കിൾസ് ആയിട്ടുള്ള സണ്ണിയും ലൂണോയും. അതായത് ഒരാൾക്ക് സൂര്യന്റെ ചൈതന്യമാണെങ്കിൽ മറ്റൊരാൾക്ക് ചന്ദ്രന്റെ ചൈതന്യമാണ്.
അങ്ങനെ നമ്മുടെ ഏലിയൻ ഇവരെടുത്ത കാര്യം പറയുവാണ്, എൻ്റെ അച്ഛനും അമ്മയും മോൺസ്റ്റേഴ്സ് ആണ്. അപ്പൊ അവര് വന്നിറങ്ങിയ പാട്, എടാ അച്ഛനെയും അമ്മയൊന്നും മോൺസ്റ്റർ എന്ന് വിളിക്കരുത്, അത് ഇത്രയും ദേഷ്യം ഉണ്ടെങ്കിലാണെങ്കിൽ പോലും എന്നിവർ പറയുമ്പോൾ ഏലിയൻ ലിറ്ററലി അത് അങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാണ്. അയ്യോ, ഇവരെ തിരിച്ചു മാറ്റാനാണോ? ഞങ്ങളോർത്തു മോൺസ്റ്റേഴ്സിന്റെ ക്യാരക്ടർ ആണെന്ന്. ശരിച്ചിരി പണിയാണല്ലോ. ഇവർക്ക് രണ്ടുപേർക്കാണെങ്കിൽ ഇവരുടെ ചൈതന്യം വെച്ച് ഒരു എക്യുപ്മെന്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതിനകത്തുള്ളിൽ നിന്ന് മാജിക്കലായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. പക്ഷെ അത് വെച്ച് അച്ഛനും അമ്മയും ശരിയാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതോടുകൂടി അച്ഛനും അമ്മയും ഇവരെ ഓടിച്ചു വിട്ടു. കുഞ്ഞു പിള്ളേരുടെ മനസ്സല്ലേ, എന്ത് ചെയ്യുമെന്ന് നമ്മുടെ എലിയന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അച്ഛനെയും അമ്മയെയും പൂട്ടിയിടേണ്ട അവസ്ഥയെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കി കൂട്ടുകാരെ. വളരെ കഷ്ടമാണല്ലേ. പക്ഷെ എലിയൻ അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരികയാണ്. എനിക്കും എൻ്റെ അച്ഛനും അമ്മയും എന്നോട് ദേഷ്യം പിടിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ അതൊന്നും നടക്കില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ 2 കേക്ക് പീസ് എല്ലാം കൊണ്ടുവച്ച് അവിടെ ഇരുന്ന് തന്നെ അവളുടെ ബർത്ത്ഡേ കേക്ക് കഴിക്കുവാണ്. എന്നിട്ട് അവളുടെ പഴയ മെമ്മറീസിലേക്ക് പോന്നു. പണ്ടെന്ന് പറയാൻ അധികം പണ്ടല്ല, 1 വർഷം മുമ്പ് വരെ തൻ്റെ അച്ഛനും അമ്മയും തന്നോടൊപ്പം ഉണ്ടായിരുന്നു. എന്ത് രസമായിരുന്നെന്ന് അറിയാമോ എന്ന് പറഞ്ഞ് അവൾ ആ ഓർമ്മകളൊക്കെ ഒന്ന് റീകോൾ ചെയ്തെടുക്കുവാണ്. അച്ഛനും അമ്മയ്ക്കും എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു, പക്ഷെ അവര് പരസ്പരം ഒരുപാട് തല്ലുപിടിക്കാറുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ കാര്യത്തിൽ അവരെന്നും ഒന്നായിരുന്നു. എനിക്ക് എന്ത് കാര്യത്തിനും അവർ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എൻ്റെ ഹാപ്പിനെസ് ആയിരുന്നു അവർക്ക് ഏറ്റവും വലുതെന്ന് പറയാനായിട്ട്. അന്ന് ആ പറക്കുന്ന മൃഗത്തെ ഗിഫ്റ്റായി കൊണ്ടുവന്നത് തൊട്ട് ഈ കഴിഞ്ഞ ബർത്ത്ഡേ വരെയുള്ള കാര്യങ്ങൾ അവൾ ഓർത്തെടുക്കുവാണ്. അവൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് കാര്യങ്ങളും ചെയ്യാനായിട്ട് എന്നും കൂടെ നിൽക്കുന്ന അച്ഛനും അമ്മയും. പക്ഷെ ഇന്ന് ആ അച്ഛനും അമ്മയും മോളെ എന്നൊന്ന് വിളിക്കുന്നത് കേൾക്കാൻ നമ്മുടെ എലിയന് കൊതിയാണ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവള് അതെല്ലാം ഓർത്തിരിക്കുമ്പോൾ പെട്ടെന്ന് പുറത്തുനിന്നൊരു ബഹളം. ഇന്നലെ അവൾ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയപ്പോഴേ അതിന് കഥ കടയ്ക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും വെളിയിലോട്ട് ഇറങ്ങി എല്ലാവരും അച്ഛനും അമ്മയും കണ്ടു. അപ്പൊ ക്യാപ്റ്റൻ ഇത് മോൺസ്റ്റേഴ്സ് ആണെന്ന് പറഞ്ഞ് പിടിച്ചേക്കുവാ. അപ്പൊ എലിയൻ പോയി പറഞ്ഞു, ഇത് എൻ്റെ അച്ഛനും അമ്മയാണ്, നിങ്ങളുടെ രാജ്ഞിയും രാജാവുമാണ്. പെട്ടെന്ന് അവര് ഇവളെ തട്ടിയിടുവാണ്. നമ്മുടെ ക്യാപ്റ്റന് വേറെ ഒന്നും പറയാനില്ല. പ്രജകളെല്ലാം പേടിച്ചുപോയി. ഇങ്ങനത്തെ ഒരു രാജാവ് രാജ്ഞിയുള്ള സ്ഥലത്ത് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് അവരെ ചോദിക്കുകയാണ്. അപ്പൊ ക്യാപ്റ്റൻ പറഞ്ഞു, നമ്മുടെ എലിയനെ രാജ്ഞിയായി പ്രഖ്യാപിച്ച് ഇവരെ നാട് കടത്താൻ പോകുവാണെന്ന്. എലിയൻ എങ്ങനെ അത് സാധിക്കും? അങ്ങനെ ഈ ഒരു കറക്റ്റ് സന്ദർഭത്തിൽ ഓറക്കിൾസിന്റെ കയ്യിൽ നിന്ന് ഇവിടെ വിട്ടിട്ട് പോയ അവരുടെ എക്യുപ്മെന്റ് കയ്യിലെടുത്ത എലിയൻ നമ്മുടെ ഓറക്കിൾസിനോട് ചോദിക്കുകയാണ്, എൻ്റെ അച്ഛനും അമ്മയും മാറ്റാൻ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ഈ എക്യുപ്മെന്റ് തിരികെ ഡാർക്ക് ഫോറസ്റ്റിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ വഴി പറഞ്ഞുതരാമെന്ന് ഓറക്കിൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്യുപ്മെന്റിന്റെ സഹായത്തോടു കൂടി അതിനകത്തുള്ള മാജിക്കിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഇപ്പൊ ക്യാപ്റ്റൻ കൂട്ടിൽ അടച്ചു വെച്ചിട്ടുള്ള അച്ഛനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ എലിയൻ ആ ഒരു എക്യുപ്മെന്റ് മാജിക് ചെയ്തിട്ടുള്ള സംഗതിയിൽ ഇവിടെ നിന്ന് കയറി പൊക്കൊണ്ടിരിക്കുകയാണ്. അവളും ഫിങ്ങുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ മോൺസ്റ്റേഴ്സ് എലിയനെ പിടിച്ചോണ്ട് പോവാന്നും പറഞ്ഞിട്ട് ക്യാപ്റ്റനും ആൾക്കാരും പിറകെ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എലിയൻ ആവട്ടെ ആ എക്യുപ്മെന്റ് ഉപയോഗിച്ച് മുന്നിലുള്ള തടസ്സങ്ങളെയെല്ലാം മാറ്റിക്കൊണ്ട് മുന്നേറിക്കൊണ്ടേയിരിക്കുവാണ്. എന്നാൽ പിറകിലായിട്ട് ക്യാപ്റ്റനും ആൾക്കാരും, അതിൽ ബുളിനാറും നസാറയും അടക്കമുണ്ട്. അവരെല്ലാം ഓർത്തിരിക്കുന്ന എലിയനെ ഇവർ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവാണെന്നാണ്. അങ്ങനെ ബൊളിനാറ് പറന്നു പോയിട്ട് നേരെ ഇവളുടെ അടുത്തോട്ട് വീഴാൻ ശ്രമിക്കുമ്പോഴേക്ക് ഇവളുടെ പെറ്റുണ്ടല്ലോ ഫിങ് നേരെ ആ എക്യുപ്മെന്റിൽ എന്തോ ഒരു സാധനം പിടിച്ചമർത്തും. ഉടനെ തന്നെ ബൊളിനാറിന്റെയും ഫിങ്ങിന്റെയും സോളുകൾ തമ്മിൽ സ്വിച്ച് ആവും. ബൊളിനാറിന്റെ ശരീരത്തില് ഫിങ്ങിന്റെ സോളും ഫിങ്ങിന്റെ ശരീരത്തില് ബൊളിനാറിന്റെ സോളും ആയി പോകും. അങ്ങനെ എലിയന്റെ കൂടെ ഇപ്പൊ ലിറ്ററലി ബൊളിനാറാണ് കൂടെ ഉള്ളത്. ഇവരെല്ലാവരും കൂടെ ആ ഡാർക്ക് ഫോറസ്റ്റിലോട്ട് വീഴും. ഓറക്കിൾസിന്റെ കയ്യിലുള്ള ആ ഒരു എക്യുപ്മെന്റിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഇവരിപ്പോൾ ഡാർക്ക് ഫോറസ്റ്റിലേക്ക് വീഴുന്നത്. അപ്പോൾ നമ്മുടെ ഫിങ്ങിന്റെ രൂപത്തിലിരിക്കുന്ന ബൊളിനാറാവട്ടെ, അയ്യോ എനിക്ക് ഇവിടെ നിന്ന് പുറത്ത് കിടക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ കാറി കൂവല്ലേ എന്ന് എലിയൻ പറയുന്നുണ്ട്. അങ്ങനെ ഇവരിപ്പോ ഓറക്കിൾസ് താമസിക്കുന്ന ആ ഒരു സ്ഥലത്തെത്തി. ഓ മോളെ നീ വന്നോ എന്ന് പറഞ്ഞ് പിറകോട്ട് നോക്കുമ്പോഴാണ് ആ മോൺസ്റ്റേഴ്സ്, ഓ ഇതുങ്ങളെ കൂട്ടിയാണോ വന്നേ? ആ അതെ, ശരിക്കും ഞാൻ ഇവരെ മനുഷ്യരാക്കാൻ വേണ്ടിയാണല്ലോ ഇങ്ങോട്ട് എത്തിയേ. ഓ മോളെ, ഈ എക്യുപ്മെന്റ് ഞങ്ങളുടെ കയ്യിൽ എത്തിക്കാനാ നിന്റെ അടുത്ത് പറഞ്ഞേ. ഇവരെ എങ്ങനെ മനുഷ്യന്മാരാക്കുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് ഓറക്കിൾസ് പറയുമ്പോൾ, ഓ അങ്ങനെയാണോ കാര്യങ്ങള്? അല്ലെങ്കിലും എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞ് അവൾ സങ്കടപ്പെടുവാണ്. ഇത് കേൾക്കുന്ന നമ്മുടെ ഓറക്കിൾസിന് വിഷമമായി. ഞങ്ങളുടെ അടുത്തുനിന്ന് അങ്ങനെ ആരും സങ്കടപ്പെട്ടു പോകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. എത്ര ഹോപ്പ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിക്കോട്ടെ, അവിടെ ഒരു ലൈറ്റ് മതി. ആ പ്രകാശത്തിന്റെ ഇതില് പ്രതീക്ഷയില് നമുക്ക്
വഴി കണ്ടുപിടിക്കാം, എന്ത് പ്രശ്നമായിക്കോട്ടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. മോള് വിഷമിക്കാതെ. മോൾക്ക് ചേരുന്നൊരു കാര്യം പറഞ്ഞേക്കാം. ഒരു പ്രകാശ നദിയുണ്ട്, അല്ലെങ്കിൽ തടാകം. അവിടെ പോയി ഒന്ന് മുങ്ങി നിവരുമ്പോഴേക്ക് ഒറിജിനൽ രൂപം കിട്ടും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതിന് നിന്റെ മനസ്സാകുന്നതിൽ നിന്ന് ഒരു പ്രകാശത്തിന്റെ കണിക പുറത്തോട്ട് വന്ന് ആ പ്രകാശത്തെ ഫോളോ ചെയ്ത് നീ പോണം എന്ന് നമ്മുടെ ഓറക്കിൾസ് പറഞ്ഞു കൊടുക്കാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവരുടെ മുന്നിൽ ഒരു കുഞ്ഞു പ്രകാശത്തിന്റെ കണിക നമ്മുടെ എലിയന് കാണാൻ സാധിച്ചു. അതിനെ ഫോളോ ചെയ്തുകൊണ്ട് എലിയനും എലിയന്റെ കൂടെ അച്ഛനും അമ്മയും പിന്നെ നമ്മുടെ ഫിങ്ങും കൂടി പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ ഇവർക്കൊരു കുഞ്ഞു മരത്തോട് കടക്കാനുണ്ട്. ശരിക്കും പറയുമ്പോൾ ഒരു ടണല് പോലാണ്. ഫിങ്ങിന് പേടിയുണ്ട്, അതുകൊണ്ട് തന്നെ ബൊളിനാറാണ് കേട്ടോ ഫിങ്. അപ്പോൾ നമ്മുടെ ബൊളിനാറ് കിടന്ന് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എലിയൻ സമാധാനിപ്പിച്ചു. അങ്ങനെ ടണലിനുള്ളിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിനകത്ത് നിന്ന് നല്ലപോലെ സംസാരിച്ചു കഴിഞ്ഞാൽ നല്ല എക്കോ പുറത്തോട്ട് വരും. ചേടാ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് വല്ലാത്ത എക്കോ പുറത്തോട്ട് വരും. ഈ എക്കോ അല്ലെങ്കിൽ ഇവരുടെ ഇടയിൽ ദേഷ്യം വരുന്ന സമയത്ത് അവിടേക്ക് ഡാർക്ക്നെസ് കടന്നു വരും. ഇത്തരത്തില് ഡാർക്ക്നെസ് ആണ് അന്ന് നമ്മുടെ രാജാവിനെയും രാജ്ഞിയെയും മോൺസ്റ്റേഴ്സ് ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എലിയൻ അച്ഛൻ്റെയും അമ്മയുടെയും കുസൃതി സഹിക്കാൻ വയ്യാതെ ദേഷ്യപ്പെട്ടപ്പോൾ ഡാർക്ക്നെസ് അങ്ങോട്ട് വരുന്നത് കാണുവാണ്. പെട്ടെന്ന് അച്ഛനും അമ്മയും അവരുപോലും അറിയാതെ സംസാരിക്കാൻ തുടങ്ങി. അവർക്ക് എന്താ സംസാരിക്കുന്നതെന്ന് അറിയത്തില്ല, പക്ഷെ അവര് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതേക്കുന്ന എലിയന് ഭയങ്കര സന്തോഷം തോന്നുവാണ്. ബൊളിനാർ, ഞാൻ പറഞ്ഞില്ലേ ഇത്രയും കാലം എന്റെ അച്ഛനും അമ്മയും ഇവർക്ക് ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് അവള് പറയുമ്പോൾ ഇപ്പൊ ബൊളിനാറും മോള് പറഞ്ഞത് സത്യമാണ്, എങ്കിൽ പോലും അവരിപ്പോഴും മോൺസ്റ്റേഴ്സ് ആണെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അച്ഛനോടും അമ്മയോടും സംസാരിച്ചുകൊണ്ട് നമ്മുടെ എലിയൻ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുന്നിൽ അതുണ്ട് ഇതുണ്ട്, ഈ കാണുന്നതിന്റെ പേരതാണ് ഇതാണ്, അങ്ങനത്തെ കാര്യങ്ങളാട്ടോ. വളരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലാതെ അച്ഛനും അമ്മയ്ക്കും വേറെ കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. എന്തായാലും നമ്മുടെ എലിയൻ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇവർക്കിടയിൽ ദേഷ്യം വരുന്നത് എപ്പോഴാണോ അപ്പോഴാണ് ഡാർക്ക്നെസ് ഇവരെ മൂടാൻ വരുന്നതും അങ്ങനെ ഇവർക്കിടയിൽ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഉണ്ടാക്കുന്നതും. ഇപ്പോൾ ഇവളുടെ മുന്നിലുള്ള പ്രകാശ കണിക കാരണം ഇവളിപ്പോൾ ഒരു മല മുകളിൽ എത്തി നിൽക്കുവാണ്. പക്ഷെ അവിടെ നിന്ന് മുന്നോട്ടുള്ള കാര്യങ്ങളൊന്നും അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം പ്രകാശത്തിന്റെ കണിക കാണുന്നുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഇവർ സംസാരിക്കാൻ തുടങ്ങി. അച്ഛന് എന്തൊക്കെയോ കാര്യങ്ങൾ, പണ്ടത്തെ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ അമ്മയ്ക്ക് അതൊന്നും റീകോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എലിയൻ പറഞ്ഞു കൊടുക്കാണ്, ഞാൻ നിങ്ങളുടെ മകളാണ്, ഡോട്ടർ. അപ്പൊ നമ്മുടെ അച്ഛനും അമ്മയും ചോദിക്കുക, ഡോഗറോ? ഡോഗർ എന്നാണ് നിന്റെ പേര്? നിന്റെ പേരെന്താ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എലിയന് സങ്കടമുണ്ട്, പക്ഷെ അവള് മറുപടി പറഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കുവാണ്. പെട്ടെന്ന് അവളുടെ അമ്മ പറയും, മോളെ എലിയൻ. അത് കേട്ട് എലിയൻ ഞെട്ടി, ഓ അമ്മയ്ക്ക് എന്റെ പേര് ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിക്കുവാണ്. പിറ്റേ ദിവസം ആകുമ്പോഴേക്ക് നമ്മുടെ ക്യാപ്റ്റൻ ഇവര് ഇന്നലെ തങ്ങിയ ആ മലയുടെ മുകളിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. പുള്ളി ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ട്രയൽസ് എല്ലാം ആക്കിയിട്ടായിരിക്കും നമ്മുടെ എലിയന്റെ കൂടെ യാത്ര തുടർന്നിട്ടുണ്ടായിരിക്കുക. ഇപ്പൊ ക്യുക്ക് സാൻഡിന്റെ ഒരു ഏരിയയിലോട്ടാണ് ഇവർ എത്തിപ്പെട്ടിരിക്കുന്നത്. അവിടെ നിഴല് വരുന്ന സ്ഥലത്ത് നമ്മൾ സാൻഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ താഴ്ന്നു പോകും. വെളിച്ചമുള്ള സ്ഥലത്ത് മാത്രമേ ഇവർക്ക് അങ്ങനെ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇവരങ്ങനെ മുന്നോട്ട് പാറയിൽ നിന്ന് പാറയിലേക്ക് പിടിച്ച് പൊക്കോണ്ടിരിക്കുമ്പോൾ ദേ ഇടയ്ക്ക് വെച്ച് നമ്മുടെ അച്ഛനും അമ്മയും കൂടെ വാദപ്രതിവാദത്തിൽ ഏർപ്പെടും. ആ വഴിയെ പോവാം, ഈ വഴിയെ പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്കിടയിൽ എപ്പോ വഴക്ക് വരുന്നു അപ്പോൾ ഡാർക്ക്നെസ് ഇവരുടെ അടുത്തോട്ട് വരും. ശരിക്കും ആ ക്യുക്ക് സാൻഡിൻ അവിടെ ഒരു സുനാമി പോലെയൊക്കെ തോന്നി തുടങ്ങാണ് ഇവർക്ക്. പെട്ടെന്നൊരു കുഞ്ഞു പൂച്ച ഈ ഒഴുക്കിൽ പെട്ട് പോകുന്നത് പോലെ, സത്യത്തില് അത് മണലാണെങ്കിൽ പോലും ഇപ്പോ അവിടെ ഡാർക്ക്നെസ് വരുന്നത് കൊണ്ട് അവിടെ ശരിക്കും ഒരു കുത്തൊഴുക്ക് പോലെ നമുക്ക് തോന്നും. അപ്പൊ എലിയൻ പറയാണ്, നമുക്ക് അവരെ രക്ഷപ്പെടുത്തണം. അങ്ങനെ ആ കുഞ്ഞു പൂച്ചയെ അച്ഛനും അമ്മയുടെ ഹെൽപ്പോട് കൂടി ഇവർ രക്ഷപ്പെടുത്തുന്നുണ്ട്. പെട്ടെന്നാണ് ക്യാപ്റ്റനും ആൾക്കാർ അങ്ങോട്ട് വരുന്നേ കാണുക. അച്ഛൻ പെട്ടെന്ന് അവിടെ മണലൊക്കെ പരത്തി പൊടി പാറ്റി അവിടെ നിന്ന് രക്ഷപ്പെടും. ഇപ്പൊ എന്തായാലും നമ്മുടെ ബൊളിനാറിനോട് എലിയൻ പറയാണ്, നീ ഇതുപോലെ ട്രയൽസ് ഒന്നും ഇടല്ലേ എന്ന്. രക്ഷപ്പെട്ട സ്ഥലത്തെത്തി നോക്കുമ്പോൾ ബൊളിനാറിനെ പോലെ അവനിപ്പോ ഫിങ്ങിന്റെ രൂപത്തിലാണ്. ഒരുപാട് ഫിങ്ങുകൾ അവിടെ ഉണ്ട്. ഇത് ഒറിജിനൽ ഫിങ് ആണെന്ന് കരുതി അവിടെയുള്ള ഫിങ്ങുകള് നമ്മുടെ ബൊളിനാറിന് പുഴുവിനെയൊക്കെ കഴിക്കാൻ കൊടുക്കും. ആദ്യമെല്ലാം അയ്യേ എന്ന് പറഞ്ഞിരുന്ന ബൊളിനാർ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതും ഇത് ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞ് പിന്നെ ആ ഫിങ്ങുകളുടെ കൂടെ അങ്ങോട്ട് കൂടുവാണ്. ഫിങ്ങുകളായതുകൊണ്ട് അതിന്റെ ഭാഷ നമ്മുടെ ബൊളിനാറിന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഫിങ്ങുകളെ ഹെൽപ്പിനെടുക്കാം എന്ന് നമ്മുടെ എലിയൻ പറയുമ്പോൾ
ബൊളിനാർ അത് ശരിവെക്കുവാണ്. ശരി ശരി, നമുക്ക് എന്തായാലും ഇനി ഫിങ്ങുകൾ ഇവിടെ നിന്ന് പുറത്തു കടക്കാൻ വഴി പറഞ്ഞിടുന്നു ബൊളിനാറും പറയുന്നു. അങ്ങനെ ആ പൂച്ചക്കുട്ടിന്റെയും അതുപോലെ ഫിങ്ങിന്റെയും സഹായത്തോടു കൂടി ഇവർ വെളിയിലെത്തുമ്പോൾ അവിടെ ശരിക്കും ആ പറക്കുന്ന പൂച്ചകളുടെ വലിയൊരു സംഘം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സംഘങ്ങള് നമ്മുടെ എലിയനെയും കൂടെ കൂട്ടുന്നുണ്ട്, അച്ഛനെയും അമ്മയും ഒരു മോൺസ്റ്റേഴ്സ് ആണെങ്കിൽ പോലും കൂടെ കൂട്ടുന്നുണ്ട്. എന്തായാലും ഇവിടെ വെച്ച് ഇവർക്ക് വേറെ ചില കാര്യങ്ങൾ കൂടി ഓർമ്മ വരുവാണ്. അതായത് എലിയൻ അവരുടെ മകളാണ്. അവർ പണ്ട് എങ്ങനെയാണോ എലിയനെ വിളിച്ചുകൊണ്ടിരുന്ന ആ കാര്യങ്ങളൊക്കെ നമ്മുടെ അച്ഛനമ്മയ്ക്ക് ഓർമ്മ വരുവാണ്. അപ്പൊ നമ്മുടെ ബൊളിനാർ ശരിവെച്ചു, എല്ലാവരും അച്ഛനും അമ്മയ്ക്കും ഇവിടെ ഇല്ല, അവരെല്ലാം മോൺസ്റ്റേഴ്സ് ആയെന്ന് കരുതുമ്പോഴും ഈ മകളാണ് ഇവരെ വിശ്വസിച്ച് കൂടെ നിന്നത്. ഇവരീ മാറിയെങ്കിൽ പോലും അത് ഈ മകളുടെ കാരണമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവർ ഒന്നിച്ചപ്പോ പെട്ടെന്ന് മലമുകളിൽ ഒരു വെളിച്ചം കാണുവാണ്. ദേ അവിടെ ആയിട്ടായിരുന്നു നേരത്തെ ഓറക്കിള് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ലൈറ്റ് ലേക്ക് അല്ലെങ്കിൽ പ്രകാശത്തിന്റെ തടാകം ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ എത്തുമ്പോൾ ആ തടാകത്തിലേക്ക് ഇറങ്ങാൻ അച്ഛനെ കൊണ്ട് അമ്മയെ കൊണ്ട് സാധിക്കുന്നില്ല. കാരണം അന്ന് ആ ഫോറസ്റ്റിൽ വെച്ച് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചു. അങ്ങനെയാണ് ഈ ഡാർക്ക്നെസ് കാരണം ഇവർ മോൺസ്റ്റേഴ്സ് ആയത്. അതുകൊണ്ട് ഞങ്ങൾ ഒന്നിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത്രയും നേരം ക്ഷമ പാലിച്ച എലിന് ദേഷ്യം വരാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ, ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിച്ച, നിങ്ങളെ ഇവിടെ വരെ എത്തിച്ച എന്റെ കാര്യമില്ല, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കാര്യമാണ് തിങ്ക് ചെയ്യുന്നതെന്നും പറഞ്ഞ് അവൾ ദേഷ്യപ്പെടുവാണ്. ദേഷ്യപ്പെട്ട എന്ത് സംഭവിക്കും? അവിടേക്ക് ഡാർക്ക്നെസ് വരും. അവരുടെ മകളിപ്പോ ഡാർക്ക്നെസ് കാരണം മറ്റൊരു മോൺസ്റ്റർ ആവാൻ പോവാണ്. അങ്ങനെ അച്ഛനും അമ്മയും അതിനെ തടുക്കാൻ നോക്കുമ്പോഴേക്ക് ക്യാപ്റ്റനും ആളുകളും അങ്ങോട്ട് വന്നു. എന്നിട്ട് അച്ഛനും അമ്മയും പിടിച്ചെട്ടി കൊണ്ടുപോവാണ്. ഇത് മോൺസ്റ്റേഴ്സ് അല്ല, ഇപ്പോ അവരുടെ രാജ്ഞി രാജാവും തന്നെയാണെന്നുള്ള കാര്യം പോലും ക്യാപ്റ്റന് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് നമ്മുടെ ഫിങ് അവന്റെ ആൾക്കാർ അല്ലെങ്കിൽ ബൊളിനാറ് ഫിങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നു. അങ്ങനെ ഒരു അടി തന്നെ ഉണ്ടായി. അങ്ങനെ നമ്മുടെ രാജാവിനെയും രാജ്ഞിയെയും മോചിപ്പിച്ചു. രാജാവും രാജ്ഞിയും കൂടെ എലിയനെ അവളുടെ ദേശത്തിൽ നിന്ന് പുറത്തു കടത്താൻ വേണ്ടി കൊണ്ടുവരുവാണ്. അവളെ മൂടിയിരിക്കുന്ന ആ ഡാർക്ക്നെസ്സിലേക്ക് അവര് തടാകത്തിന്റെ വഴി തെറ്റിച്ച് ലൈറ്റിനെ ഒഴിച്ചു കൊടുത്തോണ്ടേയിരുന്നു. അച്ഛനും അമ്മയും കൂട്ടായി തനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് കണ്ട് നമ്മുടെ എലിയൻ പയ്യെ പയ്യെ തണുക്കാനായിട്ട് ആരംഭിക്കുവാണ്. മോളുടെ കാര്യത്തില് ഞങ്ങൾക്കൊരു വേർതിരിവുമില്ല. മോളെ ഞങ്ങളെക്കാളേറെ, ഞങ്ങളുടെ ജീവനേക്കാളേറെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. അവളെ കുഞ്ഞിലെ കാര്യങ്ങളെല്ലാം ഈ ഒരു വാക്ക് കേട്ടതോടുകൂടി എലിയന് ഓർമ്മ വരികയാണ്. ശരിയാണ്, അച്ഛനും അമ്മയ്ക്കും ഒത്തുപോകാൻ പറ്റുന്നില്ലെങ്കിലും എന്റെ കാര്യത്തില് അവരെന്നും ഒന്നായിരുന്നു. ഇത് മനസ്സിലാക്കിയ എലിയൻ നേരെ അച്ഛന്റെയും അമ്മയുടെ അടുത്ത് പോയിട്ട് അവരെ രണ്ടുപേരെയും ചേർത്ത് പിടിക്കുകയാണ്. പെട്ടെന്ന് അവരുടെ ഉള്ളിൽ നിന്നൊരു പ്രകാശം വന്ന് അവരെ മൂടി. ആ പ്രകാശത്തിന്റെ വെളിച്ചത്തിൽ അച്ഛനും അമ്മയ്ക്കും അവരുടെ യഥാർത്ഥ രൂപം തിരിച്ചു കിട്ടി. നമ്മുടെ എലിയന് അവരുടെ അച്ഛനെയും അമ്മയെയും. കൃത്യം ഒരു വർഷത്തിന് ശേഷം ഇന്ന് നമ്മുടെ എലിയന്റെ 16ാമത്തെ പിറന്നാളാണ്. അവളുടെ രാജ്യം ലുംബ്രിയ ഇന്ന് ശരിക്കും മാജിക്കലായി തന്നെ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അച്ഛനും അമ്മയും ഒന്നിച്ചല്ല താമസിക്കുന്നത്. എന്നാൽ ഇവളുടെ കാര്യത്തിലും രാജ്യകാര്യങ്ങളിലും അവർ എപ്പോഴും ഒന്നിച്ച് കാണും താനും. ഇന്ന് എലിയന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് നാടായ നാട് മുഴുവൻ വന്നിട്ടുണ്ട്. അത് കൂടാതെ നമ്മുടെ ഓറക്കിൾസും വന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടും നമ്മുടെ എലിയൻ ഇന്ന് സൂപ്പറായിട്ട് നല്ല ഹാപ്പി ആയി തന്നെ ഇരിക്കുവാണ്. കാരണം മറ്റൊന്നുമല്ല, അവളുടെ അച്ഛനും അമ്മയും. എന്തായാലും ഇന്ന് ആ നാട്ടിലുള്ളവർക്ക് ഒരു കാര്യം അറിയാം, ദേഷ്യം ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മൾ ദേഷ്യത്തിന്റെ പുറത്ത് എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിൽ പിന്നീട് നമുക്ക് പണിയേ കിട്ടുള്ളൂ. സോ എന്ത് കാര്യവും ആലോചിച്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ഒന്ന് മനസമാധാനപ്പെടണം. ദേഷ്യത്തിന്റെ പുറത്തെടുക്കുന്ന തീരുമാനങ്ങളൊന്നും തന്നെ ശരിയായിരിക്കത്തില്ല. സോ ദേഷ്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളായി ജീവിക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. ഇത് തന്നെയാണ് ഈ സിനിമയുടെ മെസ്സേജ് എന്ന് പറയുന്നത്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ ഈ ഒരു മൂവി? നമുക്ക് എല്ലാവർക്കും കാണുമല്ലേ, ദേഷ്യവും വിഷമവും അതെല്ലാം നമ്മുടെ ഫീലിങ്സ് ആണ്. ആ ഫീലിങ്സിനെ ഒരിക്കലും നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് അനുവദിക്കാൻ പാടില്ല. ഇത് തന്നെയാണ് ഈ മൂവിയുടെ മെസ്സേജ്. പിന്നെ നമ്മളൊട്ടും ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ട്. നമ്മുടെ വീട്ടില് ഇപ്പോ അത് മുതിർന്നവരോടുള്ളൊരു മെസ്സേജ് ആട്ടോ. നമ്മുടെ വീട്ടില് പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. അപ്പോ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ കുഞ്ഞുങ്ങളെ ബാധിക്കുന്നില്ലല്ലോ എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങള് അത് അവരായി തന്നെ ഒതുക്കി തീർക്കേണ്ട കാര്യമാണ്. അത് കുഞ്ഞുങ്ങൾ അറിയേണ്ടതായിട്ടോ അവരുടെ മനസ്സ് വിഷമിക്കേണ്ടതായിട്ടോ ഉള്ള ആവശ്യകത ഇല്ല. സോ കുഞ്ഞുങ്ങൾക്കും ഒരു മനസ്സുണ്ട്. അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് അച്ഛനോടും അമ്മയോടും കൂടി ഒന്നിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം എന്നുള്ളതാണ്.
സോ അവരുടെ ആ ആഗ്രഹം നടത്തി കൊടുക്കുക എന്നുള്ളത് അച്ഛനും അമ്മയും എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഉത്തരവാദിത്തം കൂടിയാണ്. എപ്പോഴും അവർക്ക് വേണ്ടി ഒന്നായിട്ടിരിക്കാം. വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം, എല്ലാ വീട്ടിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്, എല്ലാ റിലേഷനിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ അതൊന്നും തന്നെ ഈ കുഞ്ഞുങ്ങളെ അറിയിച്ച് അവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തുക. ഇത്തരത്തിലൊരു ഫാമിലി മെസ്സേജ് കൂടെ സ്പെൽ ബൗണ്ടിലുണ്ട് കേട്ടോ. അധികം മൂവീസിലൊന്നും ഇൻഡിവിജ്വൽ മെസ്സേജ് എന്നതിലുപരി ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ മെസ്സേജ് ഉണ്ടാവാറില്ല. ശരിക്കും നമ്മൾ നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണത്. കുഞ്ഞുങ്ങളുടെ മനസ്സ് വിഷമിക്കുമ്പോൾ അവരായിട്ടിരിക്കാൻ ഒരുപാട് ശ്രമിക്കും. ഈ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ വേണ്ടിയും അവരുടെ രീതിയിൽ ശ്രമിക്കും. പക്ഷെ പിന്നീട് ഒരു ഘട്ടത്തില് അവർക്ക് നഷ്ടപ്പെട്ടു. അങ്ങനത്തെ ഒരു സാഹചര്യം ഒരിക്കലും നിങ്ങൾ കാരണം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാതിരിക്കണം. സോ അത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മാതാപിതാക്കൾ തന്നെയാണ്. സോ ഈ മൂവി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങള് കമന്റ്സ് ആയിട്ട് അറിയിക്കാം. അത് കൂടാതെ അച്ഛനോടും അമ്മയോടും കൂടിയിരുന്ന് ഈ മൂവി കാണാനായിട്ടും ശ്രമിക്കാം. നല്ലൊരു അടിപൊളി മൂവിയാണ്. ഏകദേശം ഒരു 2 മണിക്കൂറിനടുത്താണ് നമുക്ക് ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത്. കണ്ടു നോക്കിക്കോളൂ കേട്ടോ. ഒട്ടും തന്നെ ടൈം വേസ്റ്റേജ് അല്ല. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു മൂവിയായിരുന്നു. ആ വെയിറ്റ് ചെയ്തതിനുള്ള കണ്ടന്റ് ഈ മൂവിയിൽ എന്തായാലും ഉണ്ട്. നല്ല സൂപ്പർ ആനിമേഷൻ ഒക്കെയാണ്. ഇഷ്ടം പോലെ പാട്ടുണ്ട്. ഒട്ടും തന്നെ വെറുപ്പിക്കലൊന്നുമല്ല കേട്ടോ. പാട്ടാണെങ്കിൽ പോലും അതിനകത്ത് കഥ പറയുന്ന രീതിയാണ്. സോ ഒട്ടും തന്നെ ടൈം കൺസ്യൂമിങ് ഒന്നല്ല. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ഇത്തരത്തിലെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. നമ്മുടെ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. നെക്സ്റ്റ് ഒരു കിഡിലൻ മൂവി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് സേഫായി ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും കൂട്ടുകാർക്ക് മനസ്സിലാവാതെ വന്നുവെങ്കിൽ കമന്റ്സ് ആയി ചോദിച്ചോളൂ കേട്ടോ. നമ്മൾ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സോ ടാറ്റാ ബൈ.